തപ്പണമല്ലോടാ. ഇത് എല്ലാം സിംഗിൾ ഡിജിറ്റ് ആണ്. അതായത് ഹലോ, ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് എല്ലാം ഒന്നിച്ചല്ല നമ്പേഴ്സ്. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. എനിക്ക് ആരാണ് ജോബ് തന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. അല്ല വെറ്റി, നീ ഡീകോഡ് ചെയ്ത് സാധനം കൊണ്ടേ കൊടുക്കണ്ട നിനക്ക്. നീ നോർമലി ഡീകോഡ് ചെയ്യുമ്പോ ഇത് ഡീകോഡ് ചെയ്യാനുള്ള കോഡല്ല. ഇത് ആ ലെറ്ററിന്റെ കൂടെ വന്ന എന്റെ സീനിയറിന്റെ കോഡ് എന്തോ ആണെന്നാണ് പറഞ്ഞത്. ഹലോ 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 ഒരിക്കലും എന്താ കേട്ടോടാ കപ്ഡാണ്. കപ്ഡാണ്. ബട്ട് അവരടുത്ത കോഡ് പറഞ്ഞു. ഓക്കെ പക്ഷെ ഇവനുണ്ട് മാറ്റാൻ പറ്റുമല്ലോ. ഓക്കെ ഒരു മിനിറ്റ്, ഞാൻ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തില്ലേ? നിങ്ങളെപ്പോ വിടാം വെയിറ്റ് ചെയ്യണമല്ലോ. ഒരു കാര്യം ചെയ്യോ, എന്നെ ഒന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സ്നൈപ്പിനെ എന്നെ ഒന്ന് ഇവിടെ വിടോ, എന്നിട്ട് അണ്ണൻ ഇവനെ കൊണ്ട്. എനിക്ക് ഫുള്ളായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല, ഞാൻ റേഡിയോയിൽ കോൾ തരാം. പക്ഷെ ഞാൻ കപ്ഡായോണ്ട് എനിക്ക് വണ്ടി ഇറങ്ങാൻ പറ്റത്തില്ല, ഇവനെ കൊണ്ടുപോകണം. മനസ്സിലായി? അതെ. അന്ന് നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് വണ്ടിയിൽ എന്നെ ഇരുത്തിയിട്ട് സ്നൈപ്പിനെ വിട്ടാൽ മതി, ഞാൻ റേഡിയോയിൽ കോൾ തരാം. ഓക്കെ, ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോകും നിങ്ങൾ, എന്നിട്ട് ഇവനെ വെച്ചിട്ട് അവിടെ നില്ല. ഓക്കെ. സുനി, ആ നമ്പർ മറിച്ചും തിരിച്ചും നോക്ക്, അതൊരു കോഡാണ്. മനസ്സിലായോ? സുനി ഒരു കാര്യം നീ നോക്കിയാണ്ടാ, ആ കോഡില്ലേ 8942, നമ്മളെ ഇതില്ലേ, നമ്മളെ ABCD, അത് വെച്ച് നോക്കിയാണ്. ഇപ്പൊ വിളിക്കാം. അണ്ണ ഈ ഒന്നിച്ചുള്ള സിംഗിൾ നമ്പർ വെച്ചിട്ടല്ല അവൻ പറയണ പോലെ 21. സാധാരണ ഇങ്ങനത്തെ കോഡുകൾ ഡീകോഡ് ചെയ്യുമ്പോ എന്ത് തരം പേരുകളോ കാര്യങ്ങളാണ് വരാറ്? എനിക്ക് കോഡ് ഡീകോഡ് ചെയ്യാനുള്ള ഇതല്ല വരുന്നത്. എന്റെ ലെറ്ററിന്റെ അകത്ത് ജോബ് ഉണ്ട്. ആ ജോബിന്റെ അതായത് ജോബ് ആരാണ് എനിക്ക് തന്നെ, ആ ലെറ്റർ ആരാണ് അയച്ചതിന്റെ കോഡാണ് ഞാനിപ്പോ പറഞ്ഞത്. മുമ്പ് ഇങ്ങനെ ഡീകോഡ് ചെയ്ത സമയത്ത് എനിക്ക് ആരെയും അങ്ങനെ കിട്ടിയായിരുന്നു? അത് ലൊക്കേഷൻ എപ്പോഴും മാറ്റമാണ്. 6001 അന്ന് വരാൻ പറഞ്ഞത്. ഇങ്ങോട്ടൊന്ന് അണ്ണാ, നേരത്തെ ഇവൻ വിടാൻ പറഞ്ഞെന്ന് പറ. ഇവൻ പറഞ്ഞ ഇൻഫോർമേഷൻ ഒന്നും ഇത് ഫുള്ളായിട്ടില്ല, ഇവന് കിട്ടിയ ഇൻഫോർമേഷൻ ഇങ്ങനെ ഒന്നും അല്ല, ഇവൻ ഇങ്ങനെയല്ല എന്ന് പറയണ രീതിയിൽ പറ. ഇത് നമുക്ക് നിന്നെ കൊന്ന് ആ രീതിയിൽ നിന്നെ കൊന്ന് നിന്റെ കുടുംബക്കാർ നിന്നെ എടുക്കാൻ വന്നത് അവരെ നമുക്ക് കൊല്ലാൻ അറിയാവുന്ന രീതിയിൽ പറയും. ഇവൻ കുടുംബം മാത്രമേ നോക്കണുള്ളൂ. ഇവൻ പറയുന്ന മൊത്തം ഇവൻ ഇനിയും കൊറേ കാര്യങ്ങൾ അറിയാം. ഇവൻ നമ്മളിട്ട് മറ്റേ ഊക്കണ രീതിയിലാണ് സംസാരിക്കും. എടാ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന മൊത്തം കള്ളമല്ലേ? അല്ല, നിന്റെ സത്യം പറഞ്ഞ ഇതിൽ കൂടുതലും പല കാര്യങ്ങളും അറിഞ്ഞൂടെ? എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഫുള്ള് ഞാൻ കൈമാറിയിട്ടുണ്ട്. നിന്റെ നമ്മൾക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ നീ ഈ പറയുന്ന കള്ളത്തിലാണ് നമുക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം മാറും. എന്തായാലും എന്റെ ജീവൻ ഒരു ഭീഷണിയാണിപ്പോ. അപ്പൊ ഞാൻ കാര്യം, നിന്റെ കുടുംബക്കാരോ നീ പറഞ്ഞത് എത്രയാരോ അവർക്ക് നിനക്ക് വിലയില്ലേ? നിനക്ക് നിന്റെ ജീവനെക്കാട്ടി വില അവരുടെ ജീവൻ എന്നുള്ളതിലല്ലേ ഇത്ര സംസാരിച്ചോണ്ടിരുന്നത്? പറഞ്ഞ ഇൻഫർമേഷൻ വഴി ഒരു ലീഡും കിട്ടാൻ തരുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പറയണ നുണയാണെന്ന് എന്റെ അർത്ഥം.
ആ ലെറ്ററിലുള്ള കോഡാണ് ഞാൻ കുറച്ചൊക്കെ ഡീകോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൈമാറിയത്. അതിൽ കൂടുതൽ അത് എനിക്കൊന്നും ചെയ്യാൻ ഡീകോഡ് പറ്റില്ല. ചെയ്യാനൊന്നും എനിക്കൊന്നും ഇല്ലല്ലോ, നീ അറിയില്ല. നമ്പർ അല്ലേ പറഞ്ഞു തന്നത്. ആ അതെ. അതെന്ത് ഡീകോഡ് ചെയ്യുന്നു നിനക്ക്? നമ്പർ അതേപോലെ അല്ല, പറഞ്ഞു എനിക്ക് തന്നിട്ട് ഡീകോഡ്. മനസ്സിലാവാത്തത് ഇപ്പൊ മുമ്പ് ഇതുവരെ ഡീകോഡ് ചെയ്തിട്ട് നിനക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് അതിന്റെ ബാക്കി കിട്ടാറെന്ന് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഡീകോഡ് ചെയ്യുമ്പോ നിനക്ക് എന്താണ് അതിന്റെ അടുത്ത് കിട്ടാറ്? നീ മുമ്പ് ഇല്ല, ഡീകോഡ് ഞാൻ- ചെയ്തിട്ടില്ലേ? ഇത് ഡീകോഡ് ചെയ്യാൻ നോക്കിയത് മഹാഭാരതത്തിൽ എന്റെ സീനിയർ ഹിഡുംബിയുടെ ആരാണ് brother ആണ് ഐഡന്റിറ്റിക്ക് ഹിഡുംബാസ് വേണ്ടിയിട്ടാണ് ഹിഡുംബിയുടെ ഡീകോഡ് ചെയ്യാൻ brother. നോക്കിയത്, ശ്രമിച്ചത്. പക്ഷെ എനിക്ക് അവിടെ ഒരു ഡെഡ് എൻഡ് ആയതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് മഹാഭാരതത്തിൽ വരുന്ന ജോബ് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ട്. അവിടെ കണ്ട റിസോർട്ട് എല്ലാം എന്റെയാണ് ഇപ്പോ. എന്നിട്ട് ജീവൻ എന്നിട്ട് ഭീഷണിയാണല്ലോ. ഈ റിസോർട്ട് ഉണ്ടായിട്ട് എന്തൊരു കാര്യം? ഇല്ലീഗൽ ബിസിനസ് ആകുമ്പോൾ ജീവന ഭീഷണിയൊക്കെ അത് നോർമൽ അല്ലേ? നിനക്ക് നോർമലാണ്. അപ്പൊ ജീവൻ നിനക്ക് ചത്താലും കുഴപ്പമില്ല, നിനക്ക് റിസോർട്ട് ഇട്ടതാണോ വലുത്? എനിക്ക് ഫാമിലിയാണ്. അപ്പൊ നിന്റെ ഫാമിലിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നിനക്ക് അതാണ് വരുന്നെങ്കിൽ നീ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നതിന്. നാളെ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തരാനുള്ള leak ആയി കഴിഞ്ഞാൽ ഒന്ന് information- ആലോചിച്ച് നോക്ക്. നീ ലീക്ക് ആക്കിയതാ നിന്റെ ഫാമിലി അറിയണതൊക്കെ. നീ പറയുന്നത് സത്യമാണെന്ന് അതുകൊണ്ടല്ലേ വിശ്വസിക്കാനായിട്ടുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൈമാറിയത്. നീ നിങ്ങൾ പറഞ്ഞത് സേഫ്റ്റി ഉറപ്പ് വരുത്തി. നീ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ലീഡിൽ ഒരു നമുക്ക് യൂസ് ആയിട്ടുള്ള ഒന്നുമില്ല. നീ പറഞ്ഞത് നമ്മളെ വഴിതെറ്റിക്ക് എന്തൊക്കെയോ പറയുന്നിരുന്നു. നീ എവിടെ പോവാനായിരുന്നു ഇരുന്ന ആ റിസോർട്ടിൽ പോയിട്ട് അത് പറ. ആ റിസോർട്ടിൽ എന്റെ ജോലി കഴിയുമ്പോൾ ഞാൻ ഫ്രീ ടൈം ആയിട്ട് യൂസ് അല്ല ചെയ്യുന്ന ടൈം. അവിടുന്ന് എങ്ങോട്ടാണ് പോയിരുന്നേ? ഇല്ല, എങ്ങോട്ടും പോയിരുന്നില്ല. എങ്ങോട്ടും പോയിരുന്നില്ലേ? ഇല്ല, അപ്പൊ ഈ ജോബൊക്കെ ഏത് ടൈമിലാ കിട്ടുന്നേ? ഈ നീ അത് പറയുന്ന റാൻഡം letter ഒക്കെ? ആയിട്ടാണ്. റാൻഡം ലൊക്കേഷൻ, റാൻഡം ടൈം. ഹിഡുംബാസുരൻ. നിനക്ക് ഹിഡുംബാസുരൻ എന്ന് പറയുന്ന ആരെങ്കിലും അറിയാമോ? ഹിഡുംബാസുരൻ അറിയാമോ? ഇടുംബാസുരൻ, അറിയില്ല. ഇടുംബാസുരൻ. അസുരൻ മറ്റേ അങ്ങനത്തെ ആരെ അറിഞ്ഞൂടാ? ഇല്ല. നിനക്ക് ഒരു ബ്ലൂ പ്രിന്റിനെ കുറിച്ച് അറിയാം? ഐഡന്റിറ്റി ആരും അങ്ങനെ റിവീൽ ആക്കാറില്ലല്ലോ. ഐഡന്റിറ്റി റിവീൽ ആക്കിയാലും അത് അനോണിമസ് നെയിം എന്തെങ്കിലും ആയിരിക്കും. ഇതേ നിനക്ക് വേറെ ഈ ഇതുമായിട്ട് റിലേറ്റഡ് വേറെ ഒരു പേരുകൾ അറിയാം? ഇല്ല, എനിക്ക് ഇൻഫർമേഷൻ അങ്ങനെ ഒന്നും അറിയില്ല. എനിക്ക് പറയുന്ന ജോലി ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ട്. നീ എന്ത് പറയാൻ നിന്റെ പ്രതിഫല കഥ പറയാതാ? നിന്റെ പൈസ ഇല്ല, നിനക്ക് പൈസയൊക്കെ തരാം നമ്മള് തന്നെ. നീ ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടി നിനക്ക് ഇരട്ടി പൈസ നമ്മള് തരും. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നീ കറക്റ്റ് ആയിട്ട് കാര്യം പറ വേഗം. പൈസ എനിക്കൊരു പ്രശ്നമല്ല. പൈസ എനിക്ക് പ്രശ്നം ആയോണ്ടല്ലേ നീ ഇത്തിരി എടാ നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇത്തിരി പറഞ്ഞ എനിക്ക് പൈസയാണ് ഏറ്റവും വലുത്, ഇപ്പൊ പൈസയല്ലേ ഏറ്റവും വലുത് ഈ നമുക്കെന്ന് പറഞ്ഞു പറഞ്ഞത്. പൈസ എനിക്ക് പ്രശ്നമല്ലെന്ന് പറയുന്നു. എനിക്ക് ഫാമിലിയാണ് ഏറ്റവും വലുത്. നിന്റെ ഫാമിലി കൊല്ലും. പിന്നെ അണ്ണാ ഈ കോഡ് നിന്റെ ഒരു തവണ എവിടെയാണ് തന്ന താമസിക്കാൻ പറയടാ. സമയത്ത് correct ആയ അല്ല ഇവന്റെ ഫാമിലി നമുക്ക് പിടിക്കാം. ഇവന്റെ ഫാമിലി നമുക്ക് പൊക്കാടാ. നീ ഇപ്പൊ ഇവനെ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. കോഡ് തന്ന സമയത്ത് ഇൻഫർമേഷൻ correct പ്രൊവൈഡ് ആവണമെന്നില്ല ചെയ്തിട്ട് ഈ ഈ code. ഭീഷണിയൊക്കെ ഇല്ല 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 എന്താണ് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ട. നീ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഇന്നേ. ഇനിയിപ്പോ നിന്നെ ഇനിയിപ്പോ ഇൻഫർമേഷൻ നിന്റെ കള്ള ഇൻഫർമേഷൻ ലൊക്കേഷൻ പറ. നീ ആ ലൊക്കേഷൻ പറഞ്ഞേരാ. നീ ഒരു ബന്ധമില്ലാത്തൊരു റാൻഡം ലൊക്കേഷൻ ആണ്. കഴിഞ്ഞ ഞാൻ പോയ ലൊക്കേഷൻ 6001 ഇതിപ്പം അടുത്ത വട്ടം മേ ബി വേറെ എവിടെയെങ്കിലും സ്ഥലമായിരിക്കും. ആകെപ്പാട് എനിക്ക് തരാനുള്ളത് ആ കോഡ് മാത്രമേ ഉള്ളൂ. ഇല്ല എപ്പോഴും ആ കോഡ് ഞാൻ നിങ്ങൾ ഡീകോഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ. അതല്ല എപ്പോഴും റാൻഡം ആയിട്ടായിരിക്കും ലൊക്കേഷൻ. അത് രണ്ടോട്ടൊക്കെ സെയിം ആയിരിക്കോ? റാൻഡം ആണോ? റാൻഡം ടൈം, എന്നും റാൻഡം ലൊക്കേഷൻ. എന്നും അതെ. ഒന്ന് പോയി നോക്കിയാലേ ഇവനെയും കൂട്ടി. കോഡ് വേണമെങ്കിൽ പേഴ്സണലി തരാം. നീ എത്ര തവണ ഇത് ചെയ്തിട്ടുണ്ട്? കോഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്താൽ മതി. എന്ത്? അങ്ങനെ എത്ര തവണ ഇത് ചെയ്തിട്ടുണ്ട് നീ? നിന്റെ പ്രതിഫല കണക്ക് ഈ പരിപാടി ഇപ്പോ ഇത് 4ാമത്തെയാണ്. 4ാമത്തെയാണ്. ഇതിന് മുമ്പ് വന്ന ലൊക്കേഷൻസ് ഒക്കെ എല്ലാം മാറ്റമുണ്ട്. ഈ 6001 കഴിഞ്ഞ തവണ അതിന് മുന്നത്തെ തവണ വന്ന ലൊക്കേഷൻസ് ഒക്കെ സെയിം ആണോ? അത് വ്യത്യാസമുണ്ടോ? ഏതൊക്കെയാണ് ലൊക്കേഷൻ പറ, പെട്ടെന്ന് പറ. നിനക്ക് എന്തായാലും അവര് പറഞ്ഞതുകൊണ്ടല്ല, ഓർമ്മ കാണണമല്ലോ. ഇവിടെ മഹാഭാരതത്തിലോട്ടൊക്കെയാണ് കഥകൾ പോകുന്നത്. ഇടുംബാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മ കൊന്ന ആളെന്നൊക്കെ. സേഫ് സോൺസ് ആയിരിക്കും പറയണം. എന്തോ പേരെന്തോ പറഞ്ഞേ? ഭീമ കൊന്ന ആരൊക്കെയാണ്? ഭീമ കൊന്നാണ് ഇടുംബാസുരൻ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പോകാൻ പറ്റത്തുള്ളൂ. കോഡ് അത് ആ രീതിയിൽ തന്നെ ഓർഡറിലാവണമെന്നുണ്ടോ? അറിയാവോ? നിനക്ക് ഭീമേനെ അറിയാമോ? ഭീമ ഇല്ല. നിനക്ക് എന്തിനാ അറിയാ? നിനക്ക് എന്തായാലും അറിയാമോ? പിന്നെ
ഇവൻ എനിക്ക് ആ മുമ്പുണ്ടായിരുന്നൊക്കെ code സേഫ് സോൺ മാത്രമേ ഏരിയയിലാന്നും എന്താണ് പറഞ്ഞു. കോഡ് എന്തായിരുന്നു നിന്റെ കോഡ്? 894219211814 140 അതല്ലേ ഇതിന്റെ കോഡ്? അതെ അതെ അതെ. ഇത് കോഡ് എനിക്ക് മനസ്സിലാത്ത മുമ്പ് നീ ഡീകോഡ് എനിക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് നിങ്ങൾക്ക് ഞാൻ മുമ്പ് അപ്പൊ ഡീകോഡ് അല്ലേ നീ ചെയ്തത്? ഇല്ല, എനിക്ക് ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലെറ്ററിലെ കോഡാണിത്. ലെറ്ററിലെ ജോബാണല്ലേ ഞാൻ ചെയ്യേണ്ടത്. ഞാൻ സീനിയറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡീകോഡ് ചെയ്യാൻ നോക്കി എന്നാണ് പറഞ്ഞത്. കോഡ് മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. നീ കണ്ടുപിടിക്കാൻ നോക്കിയാ കിട്ടിയാ? ഇല്ല, അതല്ലേ നിങ്ങൾക്ക് ഇപ്പൊ കൈമാറിയത്. നിങ്ങൾക്ക് അപ്പൊ ഇതിലിപ്പോ കണ്ടുപിടിക്കാൻ പറയുന്ന ജോബ് possible എപ്പോഴാണ് ആയിരിക്കും. എപ്പോഴാണ് ജോബ്? നമുക്ക് പെട്ടെന്ന് വന്നു. അത് ഇനിയും അറിയില്ല. ഓൾറെഡി ഒരു ജോബ് കഴിഞ്ഞു, ഫണ്ട് അയക്കാനുള്ളത്. അത് കൊടുത്തു. സാധാരണ ഇങ്ങനെ കത്ത് വന്നു കഴിഞ്ഞാൽ എത്ര ആയി. ദിവസത്തിനുള്ളിലായിരിക്കും? എടാ നീ കോഡ് അവർക്ക് മിസ്റ്റർ എക്സിന് പറഞ്ഞു കൊടുത്തായിരുന്നാ? ഇല്ല, പറയാൻ പോണതേ ഉള്ളൂ. എന്തെന്നാ അല്ല പെട്ടെന്ന് പറ. കോഡാണ് എന്റെ അകത്തുള്ള ആ കോഡ് ഞാൻ പറഞ്ഞുതരാം. ആണെന്ന് പറയുന്നത് സുനിയുടെ അടുത്തൊന്ന് അയച്ചു തരാൻ പറഞ്ഞാണ്. ഞാൻ വായിച്ചു. ഒന്നുകൂടെ പറയിപ്പിക്കണോ സുനുവിനെ? അല്ലടാ ഞാൻ നോക്കി വെച്ചായിരുന്നു, ഞാൻ മാറ്റി പറയാറുണ്ട്. ഫാമിലിക്കൊക്കെ സുഖാണോ? ഡെബിൻ ബ്രോ ദൈവത 1 മെമ്പർഷിപ്പ് ബ്രോ. ഫാമിലി എവിടെയാണ്? എന്താണ് ഒരു ഭീഷണി? ഇല്ല, ഫാമിലി എവിടെയാന്നല്ലേ ചോദിച്ചോളൂ. ഫാമിലിക്കൊക്കെ സുഖമാണോന്ന് ഫാമിലി ചോദിച്ചാ എവിടെ? ഫാമിലിനെ കാണാൻ ആഗ്രഹം ഉണ്ടോന്ന് ഇപ്പം? ആ, ഫാമിലിനെ കാണാനായിട്ട് കൊതിയ ഒന്നുണ്ടോ? ഉണ്ടോ? കോഡ് പറഞ്ഞു കൊടുത്തേ. ആണല്ലേ? കോഡ് മെസ്സേജ് കോഡ് പറഞ്ഞു. നിങ്ങൾക്ക് എന്റെ 894221192118 ഞാൻ പറഞ്ഞു കൊടുക്കാം അണ്ണ, ഒരു മിനിറ്റ് അണ്ണ, ഞാൻ പറഞ്ഞു കൊടുക്കാം. വെയിറ്റ് ഓക്കേ, ചെയ്യാം. ഓക്കേ. ആ, ഇതൊക്കെ വോഡ്ക. വെയിറ്റ് നീ ഇപ്പൊ ഫുഡ് കഴിച്ചാണ് എന്റെ കയ്യിലുള്ള. വെയിറ്റ് ഫുഡ് വരണം. കോഡ് തിരിച്ചു നോക്കുന്നു. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലിരിക്കുന്ന എല്ലാം കൊണ്ടുപോകുന്നത് മോശമല്ലേ? ഇല്ലല്ലോ, ഒന്നും കൊണ്ടുപോയില്ലല്ലോ. നോക്കിയേ, എല്ലാം ഉണ്ടല്ലോ. നോക്കിയെന്ന് ഇല്ലേ? ആ, നോക്കിക്കോ. റിപ്പീറ്റിംഗ് നമ്പർ എന്ന് പറയുന്നത് 2236. പോയിട്ടുണ്ട്. എന്ത് നിങ്ങളെ കുറിച്ച് എന്താണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞേ. ഒന്നും പോകത്തില്ലടാ. എന്റെ ഡയലോഗ് ഇവിടെ പേടി വന്ന് നോക്കിട്ട് ആണോ? പേടി വന്ന് വലിയ ട്രൈ എടുത്തിട്ട് അവിടെ ചത്ത്. പിന്നെയാണ് ഇനി ഇവന്മാര്. പേടി എങ്ങനെ വന്ന്? അതാണ് അവനൊക്കെ അവിടെ നിന്ന് വരാൻ പറ്റിയൊരു കഴിവ്. ആ പറ. നിങ്ങൾ വിചാരിക്കും അണ്ണ ഈ സുനി അയച്ചുന്ന കോഡ് കറക്റ്റ് അല്ല അണ്ണ. ഒന്നുകൂടെ ഇവന്റെ അടുത്ത് കോഡ് പറയിപ്പിക്കാം. അതായത് സ്പേസ് അങ്ങനെയൊക്കെ ഉണ്ട് സുനി. എടാ ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ കോഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ. ആ അണ്ണ പറ 8 9 8 9 4 4 21 21 സെക്കൻഡ് 21 2 2 1 സ്പേസ് ഇട്ടിട്ടാണ് 2 1 2 1 19 90 19 വെച്ചാൽ 19 ആണ്. 19 ആ 1 9 ആണ്. 19 19 90 21 21 18 80 1 1 14 40. അത്ര ഇത്രയും നമ്പർ. ഓക്കെ 14ഉം 18ഉം ആയിരുന്നേ. അതെ എല്ലാം 25 താഴെയാണ്. രണ്ടായിട്ടുള്ള ഒറ്റ നമ്പർ അല്ല. അണ്ണ 14 എന്നാണ് പറയുന്നത് രായണ്ണന് അവിടെ. അല്ല 14 എന്നാ പറഞ്ഞത്. അല്ല രായണ്ണൻ അവൻ പറഞ്ഞതാ. 14. സേഫ് സോണിലായിരുന്നു മുമ്പുണ്ടായിരുന്ന ഇതൊക്കെ മീറ്റ് നോക്കി. സേഫ് സോണിലായിരുന്നു മുമ്പുള്ള മീറ്റുകൾ അല്ലേ? സേഫ് സോൺ എന്ന് പറയാൻ അതിന്റെ അകത്ത് ഏതൊക്കെ സേഫ് സോൺ ഉണ്ട്? പിന്നെ 6001 സേഫ് സോൺ അല്ലായിരുന്നല്ലേ? നീ പറഞ്ഞ സേഫ് സോൺ അല്ല. ശരിയാണല്ലോ, അതൊരു വീടല്ലേ? 6001 നിനക്ക് എങ്ങനെ സേഫ് സോൺ വീടാണല്ലോ. ആ, നീ അങ്ങ് കള്ളം പറയാണല്ലോടാ.
കഴിഞ്ഞത് 6001. അതിന് മുമ്പുള്ളതാണ് സേഫ് സോണ്. എപ്പോഴും റാൻഡം ലൊക്കേഷൻ ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞ എല്ലാം സേഫ് ആണല്ലോ. എല്ലാം അതിന് safe zone മുമ്പുള്ളതെല്ലാം അല്ലേ safe zone ആണ്. എല്ലാം അത് safe അതിന്റെ മുമ്പുള്ളതെല്ലാം സേഫ് സോൺ ആണെന്നാണ് പറഞ്ഞത്. ഒരു കള്ളനാണല്ലോടാ നീ. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ പറയുന്നത് എല്ലാ വിഷയവും മാച്ച് ആവുന്നില്ലല്ലോ നിനക്ക്. സത്യം ഒന്നും മാച്ച് ആവുന്നില്ല. ആ സിംഗിൾ നമ്പർ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് 2236 2119 എന്തിലും പോവാ. എടാ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം നമുക്ക്. ആ, വണ്ടി എടുക്കാൻ വാ 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 നീ നടാ. വാടാ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളവിടെ തന്നെ ഞാനൊരു വണ്ടി വേല വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. വല്ല യൂസ് ഉണ്ടായിരുന്നു നമ്മള് പറഞ്ഞു വെച്ചാ അവർക്ക്. കിൻകിൻ ബ്രോ അണ്ണാ ആ പറ. കെടുംബാസുരൻ എന്നാണ് അവന്റെ പേര്, മനസ്സിലായോ? ആരോ പേര്? മറ്റേ ഇവന്റെ പേര്, അതായത് ഈ നമ്മൾ ഈ നമ്പർ വെച്ചിട്ട് ഇത് പിടിച്ചില്ലേ, അത് വെച്ച് നോക്കുമ്പോ കിട്ടുന്നത് കെടുംബാസുരൻ എന്നാണ് പേര്. ആ അങ്ങനെ പേരുള്ള ഒരാളുണ്ടായിരുന്നു. ആ ഉണ്ടെന്നാ ഇവന്റെ അടുത്ത് അറിയാൻ ചോദിക്കാം. അല്ല അത് വെച്ച് എന്തിനു കണ്ടുപിടിക്കാൻ പറ്റും? അവന്റെ പേര് കിട്ടിയിട്ട് ഇപ്പൊ എന്തിനു കാര്യം? മുമ്പുള്ളവനെ കോടിന്നൊക്കെ പേരെന്നാണോ കിട്ടിയേക്കണോ ചോദിച്ചു. ഒരു മിനിറ്റടാ മിണ്ടായിരിക്കണം. ഇവിടെയൊക്കെ ആരൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടോന്ന് എനിക്ക് സംശയം വേണ്ട. എവിടെ ട്രക്ക് വണ്ടിയൊക്കെ പോണ്ട അതിന്റെ ഇടയിൽ കൂടി. ഇപ്പം തരാണ് അയച്ചേ. ഞാനിപ്പം എന്താ ഫോൺ നമ്പർ ആണോ അത്? ഫോൺ നമ്പർ കണക്കിരിക്കണം. എടാ ആ നമ്പര് അണ്ണനൊന്ന് പറഞ്ഞോട്. ഞാൻ മിസ്റ്റർ എക്സിന്റെ പുള്ളിയായിട്ട് വരും. കോൾ ചെയ്യാനാണോ? ഫോൺ നമ്പർ കണക്കിരിക്കണം. ഫോൺ നമ്പർ തന്നെ ഇപ്പൊ വിളിക്കണ്ട. ഓക്കെ അണ്ണന് പറഞ്ഞു കൊടുത്താ പോരെ, ഇപ്പൊ വിളിക്കണ്ടല്ലേ? അണ്ണന്റെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് മനുഷ്യൻ രാവിലെ എൻ്റെ ഇടയപ്പൊടി കൊടുക്കില്ല 9. അണ്ണ എവിടെ? ഒരു വണ്ടി പോയി. ഇതൊക്കെ ആരാടാ? ഇതൊക്കെ ആരും ഇപ്പൊ ഇവിടെ എവിടെയാണ് തിരക്കണ? ഇവിടെ നമ്മളിവിടെ കൂടെ ഒരു വണ്ടി ഒരു ആവശ്യമില്ലാതെ ഫാക്ടറിയുടെ അകത്തോടി പോയി പോരുന്നുണ്ട്. അണ്ണാ കോഡ് ഒരു നമ്പർ പറയുമ്പോ വിളിക്കാം. വേറെ വണ്ടി വരുന്നേ, 2 വണ്ടി വരുന്നേ. വണ്ടി എടുക്കാം. വണ്ടി എടുക്കാൻ എന്റെ വണ്ടി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതല്ലേ അത് നോക്കട്ടെ. അടങ്ങി നമ്മള് പറഞ്ഞോളാം. നിന്റെ വണ്ടി ഇടറാ. എന്റെ വെയിറ്റ് വരുന്നുണ്ട് നോക്കട്ടെ. ഒന്ന് ബാ വണ്ടിയാ നമ്മുടെ വണ്ടി. വിളിച്ച സ്ഥലത്തെ നിർത്തോളൂ കേട്ടാ. ഇത് ഡ്രസ് ഷോപ്പ് നിർത്തും. എന്റെ ഹെൽമെറ്റ് റീഫ്രഷ് ചെയ്തപ്പോ പോയി. മെസ്സേജ് ചെയ്യാൻ അങ്ങനെ റിസോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയേ. ആഹാരമൊക്കെ കഴിച്ചാ? വിശപ്പൊക്കെ ഉണ്ടോ? വിശപ്പുണ്ടോ? കഴിച്ചെന്ന് പറയുന്നത് നിന്റെ വിഷമം ഇത്ര കഴിച്ചാന്നല്ലേ വെച്ചത് നിങ്ങടുത്ത്. ആ കഴിച്ചെന്ന് ചിരിച്ചിട്ടൊക്കെ എന്തിനാ പറയണ? കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കുടിക്കാൻ തരാലോ. തുമ്മലും
ആധാർ നമ്പർ എത്രയാണ്? തുമ്മി ഞാൻ 84. 84. 84 ഇല്ലല്ല. 84. അതാണ് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. 84 ഇല്ല. നിർത്തിയിട്ട് തരാം. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല. ആ നമ്പർ തന്നില്ല അണ്ണനെ, ഒരു നമ്പർ തന്നില്ലേ സുനി അയച്ചു തന്നില്ലേ? നമ്പർ അയച്ചു തന്നാ ആ നമ്പറിൽ വിളിക്കണം. ഓക്കെ വെയിറ്റ് ചെയ്യാം. മിസ്റ്റേക്സ് കൂടെ അത് തന്നെ പറഞ്ഞത് അണ്ണന്റെ അടുത്താ പറഞ്ഞു. എടാ ഒരു കാര്യം ചെയ്, അവനെ മാറ്റി നിർത്ത് കുറച്ച്. സുനി അവനെ മാറ്റി നിർത്ത്. അവിടെ നിർത്ത്. ഹലോ ഇവനാണോ? ഇതാണ് ഹലോ. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? റേഡിയോ ഒന്ന് സൈലന്റ് ആവണേ. ഞാൻ പറയാനുള്ള ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നുകൂടി പറ. നിനക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറ. എന്റെ ബോക്സ് ഇപ്പൊ എവിടെയുണ്ട്? അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തരുന്ന ജോബാണ്. നിങ്ങൾ ഈ കോഡിൽ പറയുന്ന ആള് എത്ര നാളായിട്ട് നിങ്ങൾക്ക് ബിസിനസ് തരുന്നുണ്ട്? ഇപ്പോൾ 4 തവണയായി. എന്താണ് ഉദ്ദേശം അവരുടെ? അത് എനിക്കറിയില്ല. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എനിക്ക് ആ കോഡ് മാത്രമേ തരാനുള്ളൂ, മറ്റു ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി. എന്റെ പേരെന്താ? സോണി സിൽവേര. നിങ്ങളൊന്ന് വിളിക്കേ സർക്കാർ നമ്പറിലോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞത് നമ്പർ ടൈപ്പ് ചെയ്തോ. 88198392. വിളിച്ചിട്ട് എന്താ ചോദിക്കണ്ട? അതായത് ലൈക്ക് ആരാണ് അവരാരാന്നുള്ളത് ചോദിച്ചാൽ മതിയല്ലോ. അവനെ റിലീസ് ചെയ്താൽ പറയാം. അവനെ കൂടി വിളിച്ചിട്ട് എന്താ നമ്മൾ ചോദിക്കേണ്ട? ഇതിപ്പോ ഇവൻ കോൾ ചെയ്യണ്ട ആളാണ്. ഇതാരാണ്? പേരെന്ന് പറയുമ്പോ നിങ്ങളുടെ എന്റെ പേരോ? എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നു. അതല്ല, ഞാൻ ഒരാളെ തപ്പി വിളിച്ചു. അപ്പൊ എനിക്ക് നമ്പർ ഈ നമ്പർ ആരെയാ തപ്പിയത്? ഞാൻ ആവുന്നല്ലേന്ന് ഞാൻ പറയാം. അല്ല, നിങ്ങളെ പേരെന്ന് പറ. നിങ്ങൾ പറയൂ, നിങ്ങൾ ആരെയാണ് വിളിച്ചത്? അല്ലെ, നിങ്ങളെ പേരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറയാനായിരുന്നു. മനസ്സിലായില്ലേ? ഒരു ഡീലിനെ പറ്റി സംസാരിക്കണം. അപ്പൊ പേര് ചോദിച്ചിട്ടേ പറയാൻ പറ്റും. അതുകൊണ്ടാ ചോദിച്ചത്. നമുക്ക് ഇപ്പൊ എന്റെ പേര് ഞാൻ അതിനെ പുറത്ത് പറയാറില്ല. നിങ്ങൾ ആരെ ഉദ്ദേശിക്കണെന്ന് പറയും. ഞാനാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. അതാണ് പറഞ്ഞ ഒരു ഡീലിനെ പറ്റി സംസാരിക്കാനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡീലിങ്സ് നടക്കുന്നുണ്ടോ ഇപ്പൊ? എനിക്ക് ഒരുപാട് ഡീലിങ്സ് നടക്കാറുണ്ട്. അതിന്റെ അകത്ത് ഒരു ഡീലിങ്ങിനെ പറ്റി സംസാരിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തേലും ഒരു ഡീലിങ് ഇന്നൊരു ഡീലിങ്, ഒരു ബോക്സിന്റെ ഡീലിങ്സ് വരെ നടത്തുന്നുണ്ടായിരുന്നോ? എന്തിന്റെ ഒരു ബോക്സിന്റെ ഡീലിങ്സ് നടത്തുന്നുണ്ടായിരുന്നു? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കണേ? കാരണം നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും. അപ്പൊ അതാണ് ചോദിക്കുന്നത്. പേര് പറഞ്ഞാൽ എനിക്ക് കൺഫേം ആക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ഓക്കെ, ഇവൻ പേരൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇവന് മറ്റേ മുടയാണ്. വിളിച്ചപ്പോ തൊട്ടേ മുട. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, നിങ്ങളെ പേര് പറ, എന്നിട്ട് ഞാൻ എന്റെ പേര് പറയാം. എന്നാ പറഞ്ഞാൽ കണ്ടുപിടിക്കണം. ഇന്ന് തന്നെയാണ് വരാറില്ലാന്ന് അവൻ പറയാറ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാധാരണ. അല്ല, ഞാൻ കാര്യട്ടെ, ഇവനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ത്രെറ്റ് എന്തോ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അവന് പ്രൊട്ടക്ഷൻ വേണമെന്നുള്ള രീതിയിൽ പുള്ളിയുടെ അടുത്തോട്ട് വരാൻ പറ്റുമോ എന്നുള്ള രീതി ചോദിച്ചാലോ? അങ്ങനെ ചോദിക്കും. ഓക്കെ. എടാ, നിനക്കൊരു നമ്പർ തരാം. നിനക്ക് ഈ പരിപാടിയെല്ലാം ഇതെല്ലാം തരുന്ന ആളുടെ നമ്പറാണ്. ഓക്കെ, വിളിച്ചിട്ട് പറയണം നിനക്ക് നിന്നെ ആരൊക്കെ കൊല്ലാനായിട്ട് ട്രൈ ചെയ്യുന്നവരെ ഫീൽ ചെയ്യുന്നുണ്ട്, നിനക്ക് പ്രൊട്ടക്ഷൻ വേണം, ഇല്ലെങ്കിൽ ഫുൾ നിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലീക്ക് ആവും. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ വരണം. അപ്പോൾ എവിടെ വരണം എന്നുള്ള രീതി ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. നമ്പർ പറഞ്ഞുതരാം, വിളിക്ക്. ഫോണ് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്പർ പറയാം. ഫോൺ ഞാൻ കൊടുക്കാം. എടുത്താ? 88
198392. സ്പീക്കർ ഇടണേ. 8392. 8392 സ്പീക്കർ ഇടണേ. വേറെ ആരും ഉണ്ടല്ലേ? ഹലോ പറഞ്ഞു ആരാ ഇതാരാ ഹലോ ഇതാരാ സംസാരിക്കണത്? ഞാൻ ജൂനിയർ ആണ്. എനിക്ക് ഏത് ജോബ് junior? തരാറുണ്ടായിരുന്നു. ഏത് ജൂനിയർ? ജോബ് വർക്ക്. ജൂനിയർ അറിയത്തില്ല. നീ ആരാ? ഓക്കെ നേരല്ലേ വിളിക്കുന്നത്? നിന്റെ കോഡ് പറഞ്ഞു കൊടുക്ക. ഇല്ല ഓടരുതമ്മാവാ. നീ നീ ഇതെല്ലാം ലീക്ക് ആക്കിയല്ലേടാ? ഞാൻ ഒന്നും ലീക്ക് ആക്കിയിട്ടില്ല. ബട്ട് എനിക്ക് ഇനി ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ഒരു കോപ്പും ഇല്ല. നീ നിൽക്കുന്നുണ്ടല്ലോ കുറെ എണ്ണം. നിന്നെ അവന്മാരുടെ കൂടെ പോയിരുന്നോ? നീ മേലെ എന്റെ ഫോണിൽ വിളിക്കാൻ പാടില്ല, കേട്ടല്ലേ? ഞാൻ അവിടെ ഓൾറെഡി ന്യൂസ് എത്തിക്കഴിഞ്ഞു, ഇൻഫർമേഷൻ ലീക്ക് ആയെന്ന് പറഞ്ഞു. അല്ലേ പ്രൊട്ടക്ഷൻ ആണോന്ന് നീ പറയണേ മുമ്പ് എങ്ങനെയാണ് മനസ്സിലായത്? അതെ, പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നതിൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇവനെ കൊന്നു കളഞ്ഞേക്കാം. നമുക്ക് ഇനി ആവശ്യമില്ല. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഇല്ല നീ ഒരു നമുക്ക് എങ്ങനെയെങ്കിലും അടുത്ത ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. അവന്റെ കയ്യിലായിരിക്കും. നമുക്ക് ആ ലൊക്കേഷൻ എടുക്കണം ചേച്ചി പെട്ടെന്ന്. ഞാൻ കാര്യം ചോദിക്കട്ടെ, അത് ആരുടെ കിഴക്ക് അപ്പുറത്ത് സംസാരിക്കുന്നവർ പറഞ്ഞിട്ടാ? നിനക്ക് പ്രൊട്ടക്ഷനില്ല, കുഴപ്പമില്ല, അവൻ ചാവടാന്ന്. അല്ല, ഇത് നമ്മള് വിശ്വാസവഞ്ചനയല്ല. പക്ഷെ അവൻ വിളിച്ചിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നുള്ളത് പറയണ മുമ്പ് ഇങ്ങോട്ട് അതല്ല, അവൻ പ്രൊട്ടക്ഷൻ ചോദിച്ചില്ല. അതിന് പേരുടെ നിനക്ക് പ്രൊട്ടക്ഷന് കുഴപ്പമില്ല പടാ. പ്രൊട്ടക്ഷനും കുഴപ്പമില്ല. ഹലോ ലൂണ. എടാ രായ, ഇവരെ ലൊക്കേഷൻ ഇപ്പൊ എന്തെന്ന് പറഞ്ഞ് നമ്മള് കണ്ടുപിടിക്കും? സത്യം, ഇത് ഇപ്പൊ നമ്മള് ഹലോ, ഞാനൊരു ഡൗട്ട് പറയാട്ടോ. 6001 ഇപ്പൊ എവിടെ? അവൻ ഒരു ലാസ്റ്റ് വട്ടം നടന്ന മീറ്റിംഗ് നടന്നത് 6001 അവൻ പറഞ്ഞത്. നമുക്ക് അവിടെ നോക്കാം. പിന്നെ ഒരു 2 സ്ഥലങ്ങളുടെ കൂടി ഡൗട്ട് ഉണ്ട്, അവിടെ കൂടി ഒന്ന് നോക്കാം. ബ്രോ നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ GPS ഒന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഓക്കെ നിങ്ങൾ അപ്പൊ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണേ നിങ്ങളെ വിളിക്കാം. കൺഫേം ലൊക്കേഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാം. തന്നാൽ മതി. ഓക്കെ ശരി. ഹലോ GPS ട്രാക്ക് ചെയ്യട്ടെ. വാ അവരെ GPS ട്രാക്ക് ചെയ്തിട്ട് അവര് സെപ്പറേറ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാന്നുള്ള ഇതിൽ പോയി. അവനൊരു ഒരു 3 ചിരിയുടെ ഓരോ കുറവുണ്ടായിരുന്നല്ലേ, മറ്റേ ബാലയൊക്കെ കഴിഞ്ഞു. അതല്ല നിനക്ക് നീ എല്ലാം ഒറ്റ കൊടുത്തല്ലടാ. നിനക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ കൂടെ ഉള്ളവരത്ത് പറയടാ. അതൊക്കെ എന്തൊരു വളയം കണ്ടുപിടിക്കുന്ന കാലം തൊട്ട് ഞാൻ തുടങ്ങിയ കച്ചവട. ഇതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു? ഹലോ. ഞാൻ ആദ്യം ഞാൻ കരുതി നിങ്ങൾ കളിയാക്കുന്നത് എനിക്ക് വിളിച്ചത്. രണ്ടാമത് എന്റെ നമ്പർ ഒട്ടും കിട്ടാൻ ഇതില്ലാത്ത ചാൻസ് ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് വിളിപ്പിച്ചപ്പോ എനിക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായിരുന്നു. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായി കിടന്ന് വിളിക്കണത്. നിങ്ങള് ഇപ്പൊ ഞാൻ ഒരു ഓഫർ തരാം. നിങ്ങൾ ഇപ്പൊ എന്നെ വിളിപ്പിക്കുന്നവരെ കൊണ്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എന്നെ വിളിപ്പിക്കുന്നവരൊക്കെ അവരെ തല്ലി കൊന്നിട്ട് അതിന്റെ വീഡിയോ അയച്ചു തന്നാൽ അവര് തരാന്ന് പറഞ്ഞ് എന്റെ ഇരട്ടി ക്യാഷ് ഞാൻ തരാം. അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ക്യാഷ് അല്ല വേണ്ടത്. ഞങ്ങൾക്ക് ആ സാധനം തന്നാൽ നമുക്ക് ഇത് സോർട്ട് ചെയ്യാം. നമുക്ക് വേണ്ട ഒരു സാധനം നിങ്ങൾ പറയാം. ആ സാധനം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാശാണോ എന്താണോ അത് ഞങ്ങൾ തരാം. ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഊരിയും തരാം. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാശല്ലേ? എന്താ പറയാ, ഈ പറയുന്ന സാധനം കൊണ്ടാലും നിങ്ങൾക്ക് വേണ്ട പൈസ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താന്ന് പറയാം, ഞങ്ങളെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ അവരെ കൊല്ലുന്നത് കൊണ്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടെന്ന് പറയാം. എന്നല്ലേ നമ്മൾ ചെയ്യുന്നൊരു നമ്മളൊരു ഒരു മോട്ടീവ് ഉണ്ടല്ലോ. നീ ഇപ്പൊ അത് ചെയ്യുന്നത് എന്തിനാണ്? എന്റെ ലാസ്റ്റ് ഓഫർ ആണ്. അല്ല, അതിന്റെ റീസൺ കൂടി പറ. അതുകൂടെ റീസൺ കൂടി പറ.
അതന്നെ അന്വേഷിച്ച് വരരുത്. പക്ഷെ അവരുമായിട്ട് എന്താണ് ഉള്ള ഇഷ്യൂ എന്താണെന്ന് പറയാൻ നിനക്ക് എന്നെ ഇനി അന്വേഷിച്ചാരും വരരുത്. ഓക്കെ വരരുത്. അത് വരാതാക്കാം. പക്ഷെ ഞങ്ങൾക്ക് ആ ബോക്സ് കിട്ടണം. ആ ബോക്സ് കിട്ടിയാൽ അവർ നിങ്ങളെ പറയാൻ വരത്തില്ല. എനിക്ക് തരാൻ പറ്റില്ല. ബോക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് തന്നെ തീർക്കാം. അല്ല അതെന്താ ജീവന്റെ വിലയുണ്ട് ആ ബോക്സിൽ. ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഓക്കെ എടാ അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മൊത്തം കൊന്നിട്ട് ഫോട്ടോ വീഡിയോ വെച്ച് കൊടുത്താൽ അവൻ ചോദിക്കുന്ന പൈസ അവൻ തരാം. മിസ്റ്റർ എക്സിലെ ഇവിടെ എന്ത് ലാഗണേ ഇവന്മാരെ മാറി. നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ഫോട്ടോ എടുത്ത് പക്ഷെ ബോക്സ് വേണ്ടടാ. എന്നാലും ബോക്സ് ഒന്നും തരൂലെന്ന്. എടാ രായ അവൻ എന്നെ ഇപ്പൊ വിളിച്ച് രായ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ അവന് ഹലോ അവൻ വിചാരിച്ച ആദ്യം എടാ അവൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യം വിചാരിച്ച് നമ്മള് കളിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് വെറുതെ എന്ന്. രണ്ടാമത് നമ്മളെ മറ്റേ അവനെ കൊണ്ട് വിളിപ്പിച്ചപ്പോഴാണ് അതിന്റെ ഗൗരവം എന്തെന്ന് മനസ്സിലായത്. അപ്പൊ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മിസ്റ്റർ എക്സിനെയും ടീമിനെ മൊത്തം കൊന്നു കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നമ്മൾ ചോദിക്കുന്ന പൈസ തരാമെന്നാണ് അവൻ പറയുന്നത്. അതാണ് അവന്റെ ഡീലെന്ന്. പൈസ തരാം. നമുക്ക് പൈസ ഞാൻ പറഞ്ഞു നമുക്ക് കാശല്ല വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായ? നമുക്ക് വേണ്ട കാശല്ല. നമുക്ക് ആ ബോക്സ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് വിടാം. നിങ്ങളെ പിറകെ ആരും വരത്തില്ല എന്ന് പറഞ്ഞു. എടാ അവരടുത്ത് ഞാൻ പറഞ്ഞിട്ടോ അവരുടെ അടുത്ത് പറയാം. പക്ഷെ അതിനു മുമ്പ് ഇതാണ് പറഞ്ഞതെന്നുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞതിന് മുമ്പേ ഇവന്റെ അടുത്ത് നമ്മൾ തിരിച്ചു വിളിക്കുമ്പോ എന്താണ് പറയണ്ടേന്നുള്ള കാര്യമില്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ലോൽ ഹാഷ്ടാഗ് ലോൽ ഇൻഫോ ഫോർ പ്രൊട്ടക്ഷൻ തരാ ജിജി ഇവന്റെ ഇരിക്കണ നമ്പർ മാത്രമേ നമുക്ക് ഉറപ്പ്. സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്തത് എന്തിനിത് ബ്രോ ആണ് അവിടെ ഇത് ചെയ്തോണ്ടിരുന്നത് ആർപ്പ് ചെയ്തോണ്ടിരുന്നത്. അവന്റെ പേരെന്താന്നൊക്കെ അവിടെ നിന്ന് അറിഞ്ഞിട്ട് വരാം. ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. അപ്പം നമുക്കൊരു ഓഫർ തരാം. നിങ്ങളെ മൊത്തം കൊന്നിട്ട് വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന കാശ് തരാമെന്നാണ് അവന്മാർ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ബോക്സ് നമുക്ക് തിരിച്ചു തരണം. ആ ബോക്സ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് കോംപ്രമൈസ് ആക്കാൻ പറഞ്ഞു. എന്നെ കൊന്നിട്ട് വീഡിയോ അയച്ചു. നിങ്ങളെ മൊത്തത്തില് കൊന്നിട്ട് ഒരു കാര്യം ചെയ്യാം. എന്നെ കൊന്നിട്ട് അയക്കാന്ന് പറയും. എന്നിട്ട് ഫേക്ക് ചെയ്യാം. നമുക്ക് ഫേക്ക് ചെയ്തിട്ട് വീഡിയോ അയച്ചു. റാബി നമ്മുടെ ഒരു ആളെ വിളിച്ച് എന്റെ വേഷത്തിൽ വരണം. ഒരാളെ വിളിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് അവനെ നമുക്ക് ഇവിടേക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് വിളിപ്പിക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഇവന് ഇത്തിരി അതിബുദ്ധിയുള്ള പയ്യനാണ്. മനസ്സിലായില്ലേ? അവന് എക്സ് മിലിറ്ററി ആണ്. അവന് അതിബുദ്ധി കൂടുതലാണ് അവന്. ആണോ? എല്ലാം അറിയുന്നുണ്ട്. മനസ്സിലായില്ലേ? അവൻ നമ്മളറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പേ അറിയുന്നുണ്ട്. പക്ഷെ നമ്മള് പ്രൊട്ടക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞ മറ്റേ പയ്യന് പ്രൊട്ടക്ഷൻ കൊടുക്കാന്നല്ലേ പറഞ്ഞ ഇവിടെ നിന്നവന്. അവൻ വിളിച്ച ഉടനെ എടുത്ത ഉടനെ പറഞ്ഞിട്ടില്ലേ നിനക്ക് പ്രൊട്ടക്ഷനും ഇല്ല ഒരു കോപ്പും ഇല്ല. ആ ചോദിച്ചത് പോലും ഇല്ല പ്രൊട്ടക്ഷനെ പറ്റി. അതിന് മുമ്പേ പ്രൊട്ടക്ഷനും ഇല്ല ഒരു കോപ്പും ഇല്ല. നിന്റെ കൂടെ ഉള്ളവന്മാരടുത്ത് പോയി പറയാം. അപ്പൊ തന്നെ ഊഹിക്കാലോ അവൻ എല്ലാം അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ട്. അതാണ് പ്രശ്നം. ഏകദേശം എന്റെ ഡ്രസ് രൂപത്തിലാക്കിട്ട് വരാൻ പറഞ്ഞു. റാബി ഏകദേശം റാബിയുടെ തലയുടെ കളർ നീ കൊള്ളായിരുന്നു. പക്ഷെ നീ കൊള്ളായിരുന്നു. സോണി XD നീ കൊള്ളായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞല്ലോ. നീ നല്ലോണം ആർപ്പി ചെയ്തു. പക്ഷെ കൂടെ ഉള്ളവന്മാർ ഈ ഇപ്പൊ വിളിക്കുന്ന കിടമ്പൻ ഒരു കെടുമ്പനായിപ്പോടാ. അതാണ് പ്രശ്നം. അല്ലായിരുന്നെങ്കിൽ നമുക്ക് നിന്നെ കൊല്ലാതെ രക്ഷപ്പെടുത്തായിരുന്നു. സമ്മതിച്ചില്ലേ അവൻ? ഞാൻ എന്ത് ചെയ്യാൻ? നിഷാൻ ബ്രോ താങ്ക് യു ഫോർ ദ 15 മെമ്പർഷിപ്പ് ബ്രോ. 792 membership. Let's go. 208 membership കൂടി. Guys, let's go. കേട്ടോ എന്റെ ഡെത്ത് ഫേക്ക് ചെയ്യാം നമുക്ക്.
ഓക്കെ ഓക്കെ അവന് വീഡിയോ അയച്ചു കൊടുത്തിട്ട് നമ്മുടെ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഡെത്ത് കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു ഡെത്ത് അല്ല അവൻ പറഞ്ഞ. പക്ഷെ ഞാൻ സ്റ്റിൽ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, അവനോട് പറ. ആ പറയും. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ അവൻ പറഞ്ഞു വിടുന്നത് അവന് പോലെ വേറെ ആരെങ്കിലും ആണെങ്കിലോ? അവൻ വരും. അവൻ അത്രയ്ക്ക് നട്ടലില്ലാത്തവനൊന്നല്ല, അവൻ വരും. രണ്ടാമത്തെ കേസ് എന്നാലും നമ്മുടെ ആവശ്യം ആ ബോക്സ് അല്ലേ, അതവൻ കൊണ്ടുവരണ്ടേ? ബോക്സ് കൊണ്ട് വരാൻ പറഞ്ഞു അവനോട്. അല്ല അതവൻ എന്തിനെന്ന് ചോദിക്കൂലേ, അവൻ പറയുന്ന പൈസ തരാതെ പറഞ്ഞോളൂ, ബോക്സ് കൊണ്ടുവരാന്ന് പറഞ്ഞു. ആദ്യം അവൻ വരട്ടെ, അവൻ വന്ന് നമ്മുടെ കൈ കിട്ടട്ടെ അവനെ. അവനെ കസ്റ്റഡിയിൽ നമുക്ക് അവൻ എന്തായാലും അവനെ മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്റെ മരണമായിരിക്കും കാണാനായിട്ട് ആഗ്രഹിക്കണം. അപ്പൊ എന്റെ മരണം തന്നെ പറയാം. ഓക്കെ, ഞാനപ്പോ ചോദിക്കാം എന്ത് തരുമെന്ന് ചോദിക്കാം. നമുക്ക് അവർക്ക് ഞാൻ കാര്യം പറയട്ടെ, ആ. കേജിനെ ഇവര് ഇതിലാക്കി എന്ന് പറയാം, ഇവരുടെ കസ്റ്റഡിയിലാന്ന് പറയാം. അതെ, ഞങ്ങള് എന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു അല്ല, കൊല്ലാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളെ കൈ കൊണ്ട് എത്തിച്ചേരാം. കൊല്ലാൻ പറ്റത്തില്ല, നിങ്ങളെ കൈ കൊണ്ട് എത്തിച്ചേരാം. ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റും. എനിക്ക് തോന്നല്ല അവൻ വിശ്വസിക്കുന്നല്ല, എന്നെ കൊന്നു കഴിഞ്ഞാൽ മാത്രം ചിലപ്പോ വിളിച്ചു നോക്കാം അവനെ. പ്രൂഫ് വീഡിയോ അയച്ചു കൊടുക്കാം. വീഡിയോ അതിന് വേണം നമുക്ക് ഫേക്ക് ചെയ്യാൻ പറഞ്ഞത്. ഗൈസ് ഞാനൊരു കാര്യം പറയാം, വേറെ നല്ല ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റഡിയിൽ നിൽക്കുന്ന ഇവരുടെ മെമ്പേഴ്സ് എല്ലാവരെയും വിളിക്കുക, ഇവരുടെ ഫാമിലിയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് സൈഡിൽ നിർത്താം. നമുക്ക് ഒരു പല പൊസിഷനാണ് നിൽക്കട്ടെ, എന്നിട്ട് ഇപ്പം കേജിനെ ഇവർ ഗണ്ണേമിൽ നിർത്താം. ആളെന്തായാലും വരട്ടെ. എന്തായാലും എന്റെ മരണം കാണാണ്ടാവാൻ പറ്റില്ല, കാരണം ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പകയാണ്, അത് അറിയാൻ വളരെ. അവൻ എന്റെ ബോഡി കണ്ടാൽ എന്തായാലും ഉറപ്പായിട്ടും അവൻ വരും. നിങ്ങൾ ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഉറപ്പാണ് കാതോരിച്ചിട്ടേ. വേറെ ആളെ അറേഞ്ച് ഫേക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഒരാളെ അറേഞ്ച് ചെയ്യുന്നു നിങ്ങൾ. 5,000 പെട്ടെന്ന് 5,000 ഹൈവേയിലുണ്ടേ. ഇല്ല പെട്ടെന്ന് വന്നാൽ മതി, കുഴപ്പമില്ല. ഒരു ബാഗ് എക്സ്ട്രാ വാങ്ങിക്കോളോ. 10 കഴിഞ്ഞിട്ട് എന്ത് പറ്റേ എനിവേ ജിജി ബ്രോ, യു ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ ബ്രോ. വൈ യു ടേക്ക് ഇറ്റ് പേഴ്സണൽ? സർ ആർപി അല്ലേ? മറ്റേ ഔട്ട്ഫിറ്റ് ബാഗ് മേടിക്കാൻ പോവാണോ? നിഷാൻ ബ്രോ again thank you for the 1 membership. നിഷാൻ ബ്രോ അല്ല അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലല്ലോ, മാറാൻ പറ്റുള്ളൂ. അത് വേറെ എന്റെ ഉണ്ട് ഔട്ട്ഫിറ്റ് ബാഗ്, എന്റെ ഉണ്ട്, വേണോ ബ്രോ? ദ തിങ് ഈസ് നമ്മളെ കൂടെ വന്നവര് പറഞ്ഞിട്ടുള്ള ഒരു കൺസൈൻമെന്റ് ആണ് ഇത്. നമുക്ക് അവര് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലാനാണ് പിന്നുള്ള ഓപ്ഷൻ. അല്ല ബ്രോയെ കൊന്നിട്ട് നമുക്ക് ബ്രോയുടെ ആർപിനെ ഇല്ലാതാക്കാനോ അങ്ങനെ ചെയ്തതല്ല. ഓക്കെ, ഇഫ് യു ഫീൽ ബാഡ് സോറി. നിഷാൻ ബ്രോ again thank you for the 1 membership. നിഷാൻ ബ്രോ let's go തങ്കു എല്ലാവർക്കും തങ്കു ഗൈസ്. എന്റെ മോനെ ഡയറക്റ്റ് ബ്രോ, അവര് പെട്ടെന്ന് എത്താൻ പറ. താങ്ക് യു again for the 50 membership. എല്ലാരും കിട്ടാത്ത എല്ലാരും പെട്ടെന്നായിട്ട് മേടിച്ചോ. നിങ്ങളെല്ലാവരും കാരണം പറയാൻ പറ്റില്ല, ഒരു ടാങ്കർ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇടിച്ച് കയറിയാലും നമ്മളെല്ലാം ചർച്ചിന്റെ അങ്ങോട്ട് നിന്നാലോ? 150 മെമ്പർഷിപ്പ്. ലൊക്കേഷൻ മറന്നു ഇവിടെ. ഇവിടെ മാറിട്ടെ, ചർച്ചിന്റെ ചർച്ചിലോട്ട് കയറാം. ഈ വണ്ടി ഇപ്പൊ വന്നത് അവരാണോ? നമ്മുടെ കൂടെ ഉള്ളതാണോ? നിഷാൻ ബ്രോ again thank you for the 1 membership. നമുക്ക് വഴി നിക്കണ്ട, ഈ ചർച്ച എന്തൊക്കെ ഓർമ്മ എടുക്കുന്നത്. എങ്ങോട്ടാണ് നമ്മള് പോണ? ചർച്ചിന്റെ ഇവിടെ ഞാൻ വന്ന് നിക്കാൻ പറഞ്ഞു. ചർച്ച് ഇവിടെ ബാക്കി ഇരിക്കാം. നാശിച്ചം തുമ്മലാണ് ആകെ സീൻ ഗൈസ്. നല്ല മഴ. ആർക്കേഡ്സ് ബ്രോ 150 മെമ്പർഷിപ്പ് ഒക്കെ. മറ്റേ ദാവൂദ് ബ്രോ ചെയ്തോലെ മോളിൽ കയറുന്ന മണിയടി വെക്കണേ. നമ്മളിപ്പോ വരുമായിരിക്കും. ഞാനൊരു കാര്യം പറയാട്ടോ. പറയ്. ഞാന് പുള്ളിക്കാരത് വിളിച്ച് സംസാരിക്കട്ടെ. ഞങ്ങൾ ഇത് റെഡിയാണെന്ന് പറയാം. നിങ്ങളെ കൊല്ലത്ത് റെഡിയാണ്. ഞങ്ങൾക്ക് എത്ര രൂപ പൈസ കിട്ടുമെന്നുള്ള രീതി ഞങ്ങൾ ചോദിക്കാം. മനസ്സിലായി? ഒരു ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഡൗട്ട് വരാതിരിക്കണേ. അവരുടെ ജോർജ് അവരുടെ ഡീറ്റെയിൽ ഫുൾ എടുക്കുക. ആന്റണി ഹലോ കേൾക്കാമോ? കേക്കാം. നിങ്ങൾ പറഞ്ഞ ഓഫർ ഓക്കെ, പക്ഷെ ഞങ്ങൾക്ക് എന്താണ് തരാ? നിങ്ങൾ പറഞ്ഞല്ലോ ഒരു മണി എമൗണ്ട് ഓഫർ, അത് എത്രയാണെന്ന് പറയൂ. അവര് നിങ്ങൾക്ക് എത്രയാണ് പറഞ്ഞത്? ഇല്ല, അവര് ഞങ്ങൾക്ക് ഇതുവരെ ഓഫറായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ അവരുമായിട്ട് ചെയ്യുന്ന ഇതിന് തരുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ കാശ് മാത്രമായിട്ടല്ല, ഞങ്ങൾക്ക് വേറെ പല ആവശ്യങ്ങളും ഉണ്ട്. മനസ്സിലായി? ഇവിടെ അമ്മ്യൂണീഷനും അങ്ങനെ പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളും എന്താണോ ഞങ്ങൾക്ക് ആവശ്യം അതായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ഓഫർ തരാൻ പറ്റുമെന്ന് നോക്കി. നിങ്ങൾ അവര് നിങ്ങൾക്ക് തരുന്നതും നിങ്ങൾ തരുന്നതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഈ ഡീല് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഞങ്ങൾക്ക് ഇത്ര നാള് മനസ്സിലായില്ലേ, അവരെ ത്രൂ കിട്ടിയിട്ടുള്ള എല്ലാ ഓരോ പരിപാടികൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എമൗണ്ടുകളാണ്. അപ്പം ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ അതിന് വർത്തായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഇത്തവണ നിങ്ങളപ്പോൾ എന്താണ് നമുക്ക് തരാൻ പോകണമെന്ന് പറയും, അതനുസരിച്ച് നമുക്ക് ഡീൽ ചെയ്യാം. ഒരു 20 CR ബ്ലാക്ക് ആയിട്ട് 20 CR ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവായിട്ട് കുറവാണ്. അപ്പൊ ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് എത്ര തരാൻ പറ്റുമെന്ന് ഞാൻ എന്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ, ബോക്സിന്റെ എല്ലാം വെച്ച്. ഓക്കെ ഓക്കെ പെട്ടെന്നാണ് കേട്ടോ, ഞങ്ങൾക്ക് തീരുമാനത്തെത്തിക്കാം. 20 CR ബ്ലാക്ക് മണി എന്ന് തരാന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞ എത്ര എമൗണ്ട് എന്ന് അറിയാമോ? 20 CR എന്ന് ഞാൻ പറഞ്ഞ ബ്രോ താല്പര്യമില്ലാന്ന് പറഞ്ഞു. 20 CR ബ്ലാക്ക് മണി. അത് നിങ്ങളെ കൊന്ന തരാന്ന് പറഞ്ഞതാണ്. നമ്മുടെ മറ്റേ ഇവിടത്തെ ഒരു മെമ്പറിന്റെ വെറുതെ നോക്കിയാ കാണാം 50-60 കോടി 20 കോടി. അതെ 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 അതെ, അങ്ങനെയാണ് പറയാ. ഞാൻ തന്നെ പറഞ്ഞു താല്പര്യമില്ലാന്ന് പറഞ്ഞു. കാരണം നമുക്ക് തരുന്ന നിങ്ങൾ തരുന്ന ഓരോ പരിപാടിയൊക്കെ നമുക്ക് കിട്ടുന്നത് അത്ര വലിയ എമൗണ്ടുകളാണെന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. അപ്പം അവർക്ക് ഒന്ന് ആലോചിക്കാനൊരു ടൈം കൊടുക്കാൻ. അതൊക്കെ അവനറിയാം, എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് എത്ര രൂപയാണ് തരുന്നത് അതിന്റെ ഇരട്ടി തരാന്നാണ് ഓൾറെഡി ആദ്യമേ പറഞ്ഞു. അതൊക്കെ അവനറിയാം, അവനെല്ലാം അറിയാം അതൊക്കെ. ഹലോ, 20 കോടിയിൽ നിങ്ങളുടെ വീഴുമെന്ന് വിചാരിച്ചത് ശരിക്കില്ല എന്ന് മനസ്സിലായി. ബോക്സിന്റെ ബർത്ത് എന്റെ കമ്മീഷൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നിരസിക്കാൻ പറ്റാത്തൊരു ഓഫർ ഞാൻ അങ്ങോട്ട് വെക്കാം. ഒരു 20,000 CR ബ്ലാക്ക്. 20,000 CR 20,000 കോടി. 20,000 കോടി ബ്ലാക്ക് മണി എന്ന് പറയുമ്പോ കുറച്ചല്ല. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഒരു ഗുഡ് ഓഫർ ആണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഞാനൊന്ന് ഒരു മിനിറ്റ് നിങ്ങളെപ്പോ വിളിക്കാം. ഓക്കെ, ഞങ്ങളെ കൂടെ ഉള്ളവരത്തോട് ഒന്ന് ചോദിക്കട്ടെ. ഓക്കെ, ഇത് ഓഫർ കൂടെയുള്ള ഷിഗുകൾ എന്റെ നിക്കർ വരെ അടിച്ചു മാറ്റിയത്. അതാ തിരിച്ചുതരാടാ, തിരിച്ചുതരാം. എന്റെ സാരമല്ല, തിരിച്ചുതരാം, നീ വിഷമിക്കാതെ. അവര് സംഭവം കാര്യമായിട്ടാണ് കേട്ടോ. ഇത് ഇപ്പം വിളിച്ചിട്ട് ഓഫർ ഒറ്റയടിക്കങ്ങ് മാറി. ഇപ്പം പറയുന്നത് ഒറ്റയടിക്ക് 20 CR 20,000 CR ആയി. ഓ, അവര് നമ്മള് ചിലപ്പോ 20 CR വീഴുമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇപ്പം സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റാത്തൊരു ഓഫറായിട്ട് 20,000 CR തരാം എന്നാണ് ഇപ്പൊ പറയുന്നത്. നമുക്ക് എന്തായാലും അത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും വരട്ടെ. നമുക്കിപ്പോ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. ഇപ്പൊ നിങ്ങളെ കൂടെയുള്ള പുള്ളിക്കാരെപ്പോ എത്തുമോ? എന്തായാലും ആ പറഞ്ഞ കാശൊന്നും അവന്റെ കയ്യിൽ കാണില്ല, അവൻ പിച്ചച്ചട്ടിയായിരുന്നു. ആണല്ലേ? എന്റെ അറിവ്. ഇത് ആരൊക്കെയായിരുന്നു സാറൊക്കെ? ഏതാണ് ഇത്? കൂടെ ഉള്ളത് സാവേജ്, സുനിമോൻ, രായൻ, സ്നൈപ്പ്, ഇത്രയും പേരായിരുന്നു. ഓക്കെ ഓക്കെ. സ്നൈപ്പ് എവിടെ പോയി? വരട്ടെ, അവൻ പിന്നെ കാണണം. കുറെ നാളായിട്ടുള്ള പകയാണ് സാർ. അല്ലല്ല, വണ്ടിയൊക്കെ എടുത്ത് വന്നു. ബുദ്ധിമാനാണല്ലോ ആള്. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ എന്റെ ബോക്സ് ഒക്കെ പോണേന്ന്? ട്രെയിനിങ് കൊടുത്ത് വരണുള്ളൂ നമ്മള്. പുതിയ പിള്ളേരല്ല. അതുകൊണ്ടായിരിക്കും ബുള്ളറ്റ് പ്രൂഫ് ആ വണ്ടി അതെടുത്തോണ്ട് വന്നു. നമ്മള് കാര്യം പറഞ്ഞില്ലോ, കാര്യമൊന്നും പറഞ്ഞില്ല. അവനെ കൊല്ലാനെ വിളിക്കുന്നവരെ പറഞ്ഞില്ല. അവരറിയില്ലല്ലോ.
നമ്മളെ മനസ്സിലായേ, നമ്മൾ ഈ പുള്ളിക്കാരനെ കൊല്ലുന്നു, അതിന്റെ വീഡിയോ പ്രൂഫ് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് നേരിട്ട് കണ്ടിട്ട് ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ വെച്ചാൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പൈസ വെരിഫൈ ചെയ്യണം, ബ്ലാക്ക് മണി റിയൽ ആണെന്നുള്ളത് വെരിഫൈ ചെയ്യണം എന്നുള്ള രീതി നമുക്ക് പറയാം. അവന്റെ കയ്യിൽ അതെ, അത് 20 CR പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു. പറഞ്ഞോ. അണ്ണാ ഞാൻ ഒരു സംഭവം വരെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണേ. എനിക്ക് താരം ഒരു ലൊക്കേഷൻ അയച്ചിട്ട് എന്തൊക്കെയോ ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ജസ്റ്റ് ഇതാ മറ്റേ ഇവിടം വരെ ഒന്ന് പോയിട്ടായിരുന്നു. നമ്മള് നേരത്തെ അണ്ണൻ നിന്നില്ലേ ഫാക്ടറി, അവിടം വരെ. അഥവാ ഈ റേഡിയോക്കകത്ത് എന്നെ കണ്ടില്ലെങ്കിൽ അണ്ണൻ സംശയിച്ചോണം എന്നെ അവന്മാര് തൂക്കിയത്. അതുറപ്പല്ലേ? ലൈവ് ലൊക്കേഷൻ അയക്കണേ. ഓക്കെ ഞാൻ ലൈവ് ലൊക്കേഷൻ സുനിമോൻ അയച്ചിട്ടേ. ഞാൻ പറയട്ടെ, ഒറ്റയ്ക്ക് പോകണ്ട. ഒറ്റയ്ക്ക് പോണോ? ഒറ്റയ്ക്ക് പോണോ അണ്ണാ? ഒറ്റയ്ക്ക് പോണ്ടാ. അല്ല നിങ്ങളെ കൂടെ ഉള്ളവർ വണ്ടി ഒന്ന് മാറ്റി. എടാ അവനോട് ആ വണ്ടി മാറ്റിയിട്ട് പെട്ടെന്ന് വരാൻ പറ. വണ്ടി ലൊക്കേഷൻ മാറ്റിയിട്ടാ മതി. എന്റെ കൂടെ അടുത്തും പോയി കൊണ്ടുപോയി വിട്ടാ നമ്മട്ടെ. അവിടെ അവരെ കാണാൻ വേണ്ടി പോണല്ലോ വണ്ടി. നീ നോക്ക് നീ സ്ട്രൈറ്റ് കൊണ്ട് നിർത്തണ്ട. നീ അവിടെ കറങ്ങിയിട്ട് എന്തായാലും ബാഡായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താരനെ വിട്ടിട്ട് ഓടി കയറാൻ വഴിയില്ല. താരനുള്ള സ്നേഹം കൊണ്ട് പോയി രക്ഷിക്കാൻ പോയി തീ പിടിച്ചാവരുത്. നീ വണ്ടി വിട്ട് ഓടിക്കോളാം. സ്നൈപ്പ് എവിടെയായിരുന്നു? ഗ്യാങ് വണ്ടി ഉണ്ടോ അവിടെ? ഗ്യാങ് വണ്ടിയാ? എടാ സാവേജ് തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യത്തില്ല എന്തെങ്കിലുമൊക്കെ മുമ്പേ പരിചയമുള്ള സ്ഥിതിക്ക് അവന് കാശുണ്ടെന്ന് പറഞ്ഞത് ഇല്ല. അതെനിക്ക് നേരത്തെ അറിയാം. അത് ഡ്രസ് മാറട്ടെ. എന്റെ പേരെന്തിനായിരുന്നു ഇവർക്കറിയാമോ? മിസ്റ്റർ എടാ പോടാ മുന്നേ. എടാ അവന്റെ മിസ്റ്റർ എക്സ് അതല്ല അവന്റെ എടാ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്. ചതിയന്റെ പേര് അവരുടെ തുണി മാറുന്ന കേസ് പറയണ ഇപ്പൊ പോണ. കൂട്ടുകാരന്റെ പേരെന്തോ? ഈ ഡ്രസ്സൊക്കെ മാറണോ? ഹലോ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം ഒന്ന് വേഗം അറിയിക്കാമെങ്കിൽ അത്രയും നല്ലത്. കാരണം എനിക്ക് വേറെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ 20,000 CR എന്ന് പറയുന്ന സാധനം ഇവനെ കൊന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നില്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കൊന്നു കഴിയുമ്പോ തരുമല്ലോ, ഞാൻ തന്നിരിക്കും. അതാണ് എന്റെ ഡീലിംഗ് എങ്ങനെയാണെന്ന് പ്രോപ്പർ ആയിട്ടൊന്ന് പറ. ഞാൻ ഒരു ലൊക്കേഷൻ തരാം. അവരെ കൊന്ന വീഡിയോ അയച്ചു കഴിയുമ്പോൾ ഞാൻ ലൊക്കേഷൻ തരും. എന്റെ ലൊക്കേഷനിലോട്ട് വന്നാൽ മതി. നിങ്ങള് നേരിട്ട് ഒന്ന് സാധനം തരണം. അന്നേരം നിങ്ങള് ഞാൻ നേരിട്ട് തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ചെയ്യുമ്പോ നമുക്ക് ഒരുറപ്പും ഇല്ല നിങ്ങൾ ഈ കാശ് തരുമെന്നുള്ളത്. ഇത്ര നേരം നിങ്ങളുടെ ഐഡന്റിറ്റിയെ പറ്റി വലുതായിട്ടൊന്നും എനിക്ക് അത് തരാൻ പറ്റിയ എനിക്ക് കഴിവുണ്ടോ ഇല്ലെന്ന് നിങ്ങളുടെ പഴയ ബോസിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എന്നെ പറ്റി ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് തരത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളപ്പോ എന്ത് ചെയ്യും? പുള്ളിയോട് ചോദിച്ചാൽ മതി. എനിക്ക് അത് തരാനുള്ള കഴിവുള്ളതുകൊണ്ടല്ലേ ഞാൻ അത് ഏറ്റത്. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു പഴയ ബോസിനോട് ചോദിച്ചാൽ മതി. നിങ്ങളെ പറ്റി ഒരിക്കലും പറയില്ല. പൈസ ഇല്ലാത്തൊരു തെണ്ടിയാണെന്ന് പറഞ്ഞാൽ എന്തിരി? അയ്യോ അങ്ങനെയല്ല. അങ്ങനെ ഒരു തെണ്ടിയാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോ ജോലി കൊടുത്ത് അങ്ങനെ പൈസയും കൊടുത്ത് ആളെ വിടുവോ? നിങ്ങളെ കളിയാക്കിയതല്ല. നിങ്ങൾ അങ്ങനെ അവസ്ഥ വന്നാൽ ഞങ്ങളെ അവസ്ഥ ഭയങ്കര ഇതാ, മനസ്സിലായി? അത് ഭയങ്കര ഷോക്കാവും. ഞങ്ങൾക്ക് ആകെയുള്ളൊരു മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് ആകെയുള്ളൊരു നല്ലൊരു കണക്ഷൻ ആണ് ഇവര്. പക്ഷെ ഇതുപോലെ ഒരു നല്ലൊരു ബിസിനസ് ഞങ്ങൾ കളയുന്നതിന്റെ നിങ്ങളുടെ ബോസിന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് പേ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ട്. ഫുള്ളി ഒള്ളി നമ്മൾ അഡ്വാൻസ് ഒന്നുമില്ല. നമ്മൾ നേരെ വന്ന് നിങ്ങൾ ആ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ സ്പോട്ട് ലൊക്കേഷൻ നിങ്ങൾ അവിടെ വരിക, എന്റെ ഇത് മേടിക്കുക, പോവുക.
പിന്നെ അതിനുശേഷം നിങ്ങൾ എന്റെ നിങ്ങളുടെ എനിക്ക് നിങ്ങളോട്ട് അങ്ങനെ ഒരു ഇതിന് താല്പര്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ക്യാഷ് ആണ്. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ സിറ്റിയിൽ ആവശ്യമുള്ള 20,000 CR എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഞാൻ നോക്കിക്കോളാം. അതാ ഞാൻ പറഞ്ഞേ, ഒറ്റ 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 ഡിമാൻഡ്. അവരെ കൊല്ലു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചാൽ മതി, ബാക്കി അവിടെ വെച്ച് തീരും. ശരി ശരി ശരി. അപ്പൊ ഞാൻ വിളിക്കണ്ടേ ഞാൻ തരാം. ഇതാണ് ഇത് സാറല്ലല്ലോ സാർ, ഉറപ്പല്ലേ? ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ വിളിച്ച ആ ഐറ്റം ഇല്ലേ, അവൻ പറയാണ് നിങ്ങളെപ്പോഴത്തെ ബോസ് ഇല്ലേ, അവനോട് ചോദിച്ചു നോക്കിയാൽ എന്റെ ഒരു നിലയും വില എന്തിനാണെന്ന്, എനിക്ക് എത്ര രൂപ പറ്റുമെന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ അവനെ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞ് ഒത്തിരി താളം വിടുന്നത്. അവന്റെ 20,000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മറ്റേ ടിഷ്യൂ പേപ്പർ മറ്റേ കുസി പൊട്ടി ഉപയോഗിക്കുന്നവരാണെന്നാണ് അവൻ പറയുന്നത്. പിന്നെ സാധനം എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ല, നേരിട്ട് മേടിച്ചാൽ പോലെ. സത്യം ഒരു കള്ളം തന്നെ കേട്ടോ, പറഞ്ഞൊരു ബന്ധമില്ല. ഇവൻ എനിക്ക് 20,000 കോടി തരുമെന്ന് തോന്നില്ല നിങ്ങളെ കൊന്ന്. അല്ല അങ്ങനെയല്ല, കൊല്ലൂല. ഞാൻ പറഞ്ഞാണ്, ഇൻ കേസ് അങ്ങനെയുള്ള സംഭവം വന്നാൽ പോലും ഇവൻ തരത്തില്ല, ഇവര് കള്ളനാണ്. അപ്പൊ എന്തായാലും ചാവ റെഡിയാണോ? വേദന ഉണ്ടായാലും ഒന്ന് ചെറുതായിട്ട് ബോധം കെടുത്തിട്ട് അഭിനയിച്ചിട്ട് പോയാൽ മതി. ബ്ലഡ് വന്നില്ലേ സംശയിക്കൂലേ? അവനിപ്പോ നിങ്ങള് മാർക്കോ എടാ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും വെച്ച് എടുത്താണ്ടാ. എടാ വീഡിയോ അണ്ണൻ തന്നെ മറ്റേ സേവ് ചെയ്യട്ടെ നമ്പർ, ഒരു ഫോട്ടോ എടുക്ക്, അതങ്ങ് അയച്ചു കൊടുക്ക്. ഫോട്ടോ എടുത്ത് അയച്ചെടുത്താൽ മതി. ഫോട്ടോ എടുക്കാം കുഴപ്പമില്ല. ഇനി എന്നെ ഞാൻ അണ്ണടക്ക റേഡിയോ നോക്കിക്കണേ. അവിടെ ഓക്കെ ആണോ? ചൂണ്ടിട്ട് ഓക്കെ പറയടാന്ന് അവിടുന്ന്. എന്തൊരു സീനാണ് റേഡിയോ ഒരു 3-4 തവണയൊക്കെ. ഇത് ഞാൻ പറഞ്ഞുതരാം, അവിടെ കൂടെ ഉള്ളവരെ തട്ടിക്കൊണ്ടുപോയിട്ട് അണ്ണന്റെ അടുത്ത് സംസാരിക്കാനുള്ള രീതിയിലായിരിക്കും അതൊക്കെ ആയിരിക്കും മരിക്കാറും. അതൊന്നും അല്ലടാ, അങ്ങനെയൊക്കെ അറിയാം. പിന്നെ ഞാൻ ഓക്കെ പറയാം, അതൊന്നും അല്ല. അണ്ണനെ തോക്കി കൊണ്ടിട്ട് അണ്ണനെ കിട്ടാൻ പോയത് അണ്ണനോട് ഉറപ്പ്